ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നുള്ളത് ചൈനയിലെ എൻ്റെ മകൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ ആദ്യമേ തന്നെ യൂണിവേഴ്സിറ്റിയുടെ വിശേഷങ്ങളിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങളുമായിട്ട് ചെറിയൊരു കാര്യം പങ്കുവയ്ക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഉള്ള ഒരു ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വരികയുണ്ടായി. ചൈനയിലെ ജയിലിലെ ഒരു ഇന്ത്യക്കാരൻ, അത് മലയാളിയാണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ അത് മീൻസ് വേറെ ആരുമായിട്ട് പങ്കുവയ്ക്കുക അങ്ങനെ എന്തോ ആണ് ചെയ്തത്. അത് കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരാൾ ചൈനയിലെ ജയിലിലുണ്ടെന്നുള്ള അത് ഒരുപാട് ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയായിരുന്നു. ഇവിടെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, ഇവിടെ ആർക്കും വലിയവനെന്നോ ചെറിയവനെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ കുറ്റം ചെയ്താൽ അവരെ ശിക്ഷയ്ക്ക് വിധേയരാകുക തന്നെ ചെയ്യും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു നിയമം. അപ്പോൾ അവിടെ ആരും നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യാനോ ഒന്നും ഉണ്ടാവത്തില്ല. ദയവായിട്ട് ചൈനയിൽ ബിസിനസ് ചെയ്യുന്നവരാട്ടെ, പഠിക്കാൻ വരുന്ന മക്കളാവട്ടെ, ദയവായിട്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട യാതൊന്നും നിങ്ങൾ ചെയ്യരുതെന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. ഞാൻ ഈ യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ പറയാൻ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ ഇപ്പം എൻ്റെ മകന് എല്ലാ സെമസ്റ്ററിലും അവൻ വീട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ അവർക്ക് ഒരു തലമുടി കട്ട് ചെയ്തിട്ട് ഡ്രഗ് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. യൂണിവേഴ്സിറ്റി തന്നെ പറയുന്ന ഹോസ്പിറ്റലിൽ പോയി ഒരു 1500 രൂപയാണ് ആ ടെസ്റ്റിൻ്റെ വില. അപ്പോൾ അത് കൊടുത്തിട്ട് നമ്മൾ ആ ഡ്രഗ് ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഫലം നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ ഇവിടെ അഡ്മിഷൻ കിട്ടുള്ളൂ. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരിത്. ഇവിടെയുള്ള ഒരുത്തരും മയക്കുമരുന്നെന്ന് പറഞ്ഞ സാധനം ഇവിടെ ഉപയോഗിക്കത്തില്ല. അത് ഇല്ലീഗലാണ്. അത് തന്നെയല്ല, എല്ലാവർക്കും ഒരുപോലെയാണ് ഇവിടുത്തെ നിയമങ്ങൾ ബാധകം. അപ്പോൾ ദയവായി നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് പഠിക്കാനും അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ വന്നിട്ട് ആരും അങ്ങനെ മയക്കുമരുന്ന് കള്ളക്കടത്തോ ഒന്നിനും ഇരയാകരുത് എന്ന് ഞാൻ ശരിക്കും പറഞ്ഞ് അപേക്ഷിക്കുകയാണ്. അത് കേട്ടപ്പോൾ ഒത്തിരി സങ്കടം തോന്നി. അന്ന് മുതൽ ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറയണമെന്ന് വിചാരിച്ചാൽ പിന്നെ ഞാൻ അതിങ്ങനെ നീണ്ടു പോവുകയാണ് ചെയ്തത്. ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ, വെടിവെച്ച് കൊല്ലുക വരെയാണ് അതിൻ്റെ ഒരു ശിക്ഷ എന്ന് പറഞ്ഞാൽ. പിന്നെ അവർ ജയിലിൽ നിന്ന് മോചിതനായോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം എന്നാലും ഞാനിത് നിങ്ങളുടെ ഒരു അറിവിലോട്ട് പറയുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ചെന്നപ്പോൾ എല്ലാ രാജ്യത്തിലുള്ള കുട്ടികൾ അവരുടെ ഭക്ഷണങ്ങളാവട്ടെ, അവരുടെ വസ്ത്ര രീതികൾ എല്ലാം നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ചൈനക്കാരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള മെഡിസിനാണ് കേട്ടോ. അത് അവർ പരീക്ഷിച്ച് കാണിച്ചു കൊടുക്കുകയാണ് കുട്ടികൾക്ക്. ഇതുകൊണ്ട് പാടൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തതാണ്. അടുത്തത് നമ്മുടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇവിടെ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ മകന് വേറൊരു പെൺകുട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊരു സങ്കടമായി പോയി കേട്ടോ. A land of vibrant diversity, rich heritage and warm hospitality. Our country is a kaleidoscope of cultures, traditions and flavors. We're home to ancient wisdom, modern innovations and a spirit of resilience. India is a land of endless possibilities where every moment is a new discovery and every experience is a treasure. So let's celebrate the spirit of India, a land that inspires, innovates and ignites the world. Guys, there's our booth. Go ahead, get a snippet of my culture. Thank you for coming. അങ്ങനെ എൻ്റെ മകനും കുറച്ച് വേറെ പ്രോഗ്രാമിലുണ്ടായിരുന്നത് കൊണ്ട് ഇവർ അടുത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു തെലുങ്ക് പയ്യനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് മുണ്ടൊക്കെ ഉടുപ്പിച്ച് അവിടെ നിർത്തിയിരിക്കുക. അപ്പോൾ വേറെ രാജ്യത്തുള്ള ഒരു പെൺകുട്ടി എന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവർ ഇന്ത്യക്കാരുടെ ബൂത്ത് ആരുമില്ലാത്തത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തത്. വേറെ രാജ്യത്തിലെ ഈ പെൺകുട്ടികളെയൊക്കെയാണ് പിടിച്ച് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ഇരുത്തിയിട്ട് ഇതാ പൊട്ട് വിൽപ്പനയൊക്കെ നടത്തിയത്. ഇന്ത്യയുടെ വേറെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഈ സാരി എടുത്ത് ഈ ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ എൻ്റെ മോനല്ലാതെ. ഈ കുട്ടി ബാംഗ്ലൂരിൽ നിന്നുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി ആൾക്കാരെ കാർഡ്സൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ഗെയിമൊക്കെ കാണിച്ചു കൊടുത്ത് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സംഭവങ്ങളൊക്കെ കൊള്ളായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ, നമ്മുടെ ഇന്ത്യനെ കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു റോബോട്ട് പട്ടിക്കുട്ടീനെ ഇവരുടെ യൂണിവേഴ്സിറ്റിയിലുള്ള കുട്ടികൾ തന്നെ നിർമ്മിച്ച ഒരു പട്ടിക്കുട്ടിയാണ് കേട്ടോ. ആ പട്ടിക്കുട്ടി എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും സംഭവം കൊള്ളാം അല്ലേ.
ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. ഞാനൊരു 3 മണിക്ക് പോയിട്ട് ഒരു 6 മണി വരെ അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമ്മൾ പോകുമ്പോഴാണല്ലോ നമ്മൾക്ക് ഓരോ രാജ്യക്കാരെക്കുറിച്ച് കൂടുതലായിട്ടൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നത്. എല്ലാ രാജ്യത്തിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ ഈ യൂണിവേഴ്സിറ്റിയിൽ. എല്ലാ രാജ്യത്തുള്ള ആൾക്കാരെ കാണാൻ വേണ്ടി കഴിഞ്ഞു. അങ്ങനെ തൊട്ടടുത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന ഒരു തമിഴ് പയ്യനെയും നമ്മൾ കണ്ടു. പുള്ളിക്കാരന് ഭയങ്കര സന്തോഷമായി. കുറേ കാലം കൂടി ഒരു തമിഴ് പറയുന്ന ആളെ കണ്ടതുകൊണ്ട് ഒത്തിരി സന്തോഷമായി. ഇങ്ങനെ ഓരോ രാജ്യത്തിലുള്ള ആൾക്കാരെ കാണുമ്പോൾ അവരുടെ വസ്ത്രധാരണ രീതിയും അവരുടെ സംസാരവും അവരുടെ കളറും അവരുടെ തലമുടിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുകയും അവരോടൊക്കെ മിങ്കിൾ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടി പറ്റും അല്ലേ. ശരിക്കും പറഞ്ഞാൽ അത് നല്ലൊരു മൂമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചൈന വിശേഷങ്ങൾ. അപ്പോൾ എനിക്ക് മെയിനായിട്ട് ഈ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ചാണ് ഒന്ന് പറയണമെന്ന് തോന്നിയത്. കുറേ കാലങ്ങളായിട്ട് എനിക്ക് നമ്മുടെ ഒരു ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഒരു മലയാളി ചൈനയിലെ ജയിലിൽ കഴിയുന്നു എന്നൊരു വാർത്ത ഒരുപാട് വേദനിപ്പിച്ചിരുന്നു. അപ്പോൾ അത് പറയണമെന്ന് ഞാൻ ഒരുപാട് നാളായി ഇങ്ങനെ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതെന്തോ കുറേ നാളായിട്ട് എനിക്കത് പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചൈനയിലെ വിശേഷങ്ങൾ. കൂടുതൽ ചൈനയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതിനി വിമർശനങ്ങളാണെങ്കിൽ കൂടി അത് കമൻ്റായിട്ട് നിങ്ങൾ എഴുതുക. നിങ്ങളുടെ ഓരോ മെസ്സേജും ഞാൻ വായിക്കാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാവാറുണ്ട്. ഒരുപാട് ആൾക്കാർ നല്ല കമൻറ്റുകളൊക്കെ എഴുതാറുണ്ട്. നിങ്ങളുടെ ഓരോ കമൻറ്റുമാണ് എന്നെ വീണ്ടും വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രചോദനമായിട്ട് കാണുന്നത്. അപ്പോൾ താങ്ക് യു.